ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നതേ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. ഞങ്ങൾ ഇത് തലേ ദിവസം, അതായത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് തലേ ദിവസം ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് പുറപ്പെടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ തൃച്ചിയൊക്കെ എത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് ഒരു പ്ലാനിലൊരു ചേഞ്ച് വന്നിട്ട് നേരെ നമുക്ക് മൂന്നാറിലേക്ക് പോയാലോ എന്ന് പ്ലാൻ ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് മൂന്നാറിലേക്ക് പോവാണ്. അതായത് അന്ന് നമ്മൾ ദിണ്ടുകൽ വഴി തേനി ആ ഒരു ബോർഡറൊക്കെ വന്ന് അവിടെ നിന്ന് റൂം എടുത്ത് സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസമാണ് നമ്മൾ രാവിലെ മൂന്നാറിലേക്ക് പോകുന്നത്. അപ്പൊ ഇനി നമുക്ക് നേരെ മൂന്നാറിലെത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് നേരെ മൂന്നാറിലേക്ക് പോകാം. അങ്ങനെ കുറെ നേരത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് മൂന്നാറിലേക്ക് എത്താനായിട്ടുള്ള ഓരോ ഹെയർ പിൻ ബെൻഡുകളായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ ഹെയർ പിൻ ബെൻഡും ഇല്ലാത്തൊരു ഇതായിരുന്നു. എന്താ പറയാ, ഞങ്ങൾ രാവിലെ നല്ല എനർജറ്റിക് ഒക്കെ ആയിട്ടാണ് ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇവിടം തൊട്ട് അങ്ങോട്ട് വല്ലാത്തൊരു ട്രാജഡി ആയിപ്പോയി. ഓരോ ഹെയർ പിൻ ബെൻഡ് കയറാൻ തുടങ്ങിയപ്പോഴേക്കും എനിക്ക് ചെറിയ രീതിയിൽ തലച്ചുറ്റൽ വരാൻ തുടങ്ങി. പിന്നെ ഫുള്ള് വോമിറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഒരു 10-15 പ്രാവശ്യമെങ്കിലും ഞാൻ വോമിറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ മൂന്നാറെത്തിയപ്പോൾ അവിടെ നല്ല ട്രാഫിക്കും അതുപോലെ തന്നെ നല്ല ചൂടുമായിരുന്നതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ മാറ്റി നേരെ വട്ടവടയിലേക്ക് വിട്ടു. അപ്പൊ നമ്മൾ ആ വട്ടവടയുടെ അവിടുത്തെ ചെക്ക് പോസ്റ്റിന്റെ അവിടെ എത്തി. അവിടെ നിന്ന് നമ്മൾ വണ്ടി നമ്പറൊക്കെ കൊടുക്കണമെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വട്ടവടയിലേക്ക് ഉള്ള റൂട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഒട്ടും വയ്യ, വീഡിയോസൊന്നും എടുക്കാൻ വയ്യ. കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് വോമിറ്റ് ചെയ്തു ഒക്കെ ഞങ്ങൾ വട്ടവട റീച്ച് ആയിട്ടുണ്ട്. വട്ടവട എത്തിയതിന് ശേഷം ഞങ്ങളുടെ സ്റ്റേ ഒരു 2-3 സ്റ്റേ ഒക്കെ തപ്പിയിട്ട് അവസാനം നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ട് സ്റ്റേ ആണ് കേട്ടോ. ഇത് ഷോല കൗണ്ടി റിസോർട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരിടത്തിലാണ് കേട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഒരു പാർക്ക് ഉണ്ട്. അതിന്റെ സൈഡിലായിട്ട് തന്നെ കുറച്ച് ഫാമിംഗ് ഏരിയാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു റിസോർട്ടിന്റെ എൻട്രൻസും കാര്യങ്ങളും ഒക്കെ. ഇത് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം സ്ട്രോബെറി ഫാംസ് ഒക്കെ ഉണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ ഇവിടെ കൃഷി. ഇവിടുന്ന് കുറച്ച് മാറി വേറെ കുറച്ച് സ്ട്രോബെറി തോട്ടങ്ങളുണ്ട് കേട്ടോ. അത് ഇതിലും വലുതാണ്. ഇത് വളരെ കുറച്ച് മാത്രം കൃഷിയിടങ്ങളും പിന്നെ ഇടയ്ക്ക് 1-2 സൺഫ്ലവർ അതൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അത് ഞാൻ അവിടെ നിന്ന് ആ ഒരു കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ റൂമൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റൂം ടൂർ ഒന്ന് കണ്ടാലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള റൂമാണ്. ആ ഡോർ തുറക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഒരു ഫാമിലി കോട്ട് ബെഡാണ്. ഇവിടെ ഒരു ടേബിൾ ആൻഡ് ചെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അപ്പുറത്തേക്കുള്ള റൂമിലേക്ക് പോകാനുള്ള ഡോറാണ്. അത് പെർമനന്റ്ലി ക്ലോസ്ഡ് ആണ്. പിന്നെ ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്, ഒരു മിറർ ഉണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് വാഷ്റൂം ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ഒരു കുഞ്ഞു റൂം ടൂർ. അനു ബേബി ഇവിടെ നിന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് റൂമിന് പുറത്തുള്ള കാഴ്ചകളൊന്ന് കണ്ടാലോ. അപ്പോൾ ഉണ്ടോ നമ്മുടെ റൂമിന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര ഒരു ബ്യൂട്ടിയാണ് കേട്ടോ. നല്ല രസമുണ്ട് ഈ ഒരു കാഴ്ച ഇങ്ങനെ കാണാനൊക്കെ. ഇങ്ങനത്തെ കോട്ടേജ് പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഹില്ലിന്റെ മുകളിൽ ഒരു കോട്ടേജ് ഉണ്ട്. ഇവിടുത്തെ വ്യൂ വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. ഇങ്ങനെയുള്ള വ്യൂ ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഉള്ള കുറച്ച് കാഴ്ചകളും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേയുടെ കുറച്ച് വ്യൂസും ഒക്കെ ആയിരുന്നു ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ബാക്കി ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ നെക്സ്റ്റ് ഒരു ഷോർട്സ് ആയിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ അതുവരെ ബൈ.